എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 8ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം 4ാമത്തെ ചാപ്റ്റർ പദാർത്ഥ സ്വഭാവം എന്ന ഭാഗത്ത് നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ ഏതിനെയും നമ്മൾ എങ്ങനെ വിളിക്കുന്നു? പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം എന്ന് വിളിക്കുന്നു. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ ഏതിനെയും എങ്ങനെ വിളിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം എന്ന് വിളിക്കുന്നു. പദാർത്ഥത്തിന്റെ സാധാരണ അവസ്ഥകളാണ് ഖരം, ദ്രാവകം, വാതകം എന്നിവ. പദാർത്ഥത്തിന്റെ സാധാരണ അവസ്ഥകളാണ് ഖരം, ദ്രാവകം, വാതകം എന്നിവ. ലബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥകളാണ് പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, സൂപ്പർ ഫ്ലൂയിഡ് എന്നിവ. ലബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥകളാണ് പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, സൂപ്പർ ഫ്ലൂയിഡ് എന്നിവ. സൂര്യന്റെയും മറ്റ് നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. സൂര്യന്റെയും മറ്റു നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ. പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. പദാർത്ഥത്തിന്റെ 6ാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. പദാർത്ഥത്തിന്റെ 6ാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നവയെ എന്തു പറയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണിക എന്ന് പറയുന്നു. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നവയെ നമ്മൾ കണിക എന്ന് പറയുന്നു. ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയാണ് ഉത്പതനം അഥവാ സബ്ലിമേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്നതിനെയാണ് നമ്മൾ ഉത്പതനം അഥവാ സബ്ലിമേഷൻ എന്ന് പറയാം. ഉത്പതനം നടക്കുന്ന പദാർത്ഥങ്ങളാണ് അയഡിനും പാറ്റാഗുളികയും. ഉത്പതനം നടക്കുന്ന പദാർത്ഥങ്ങളാണ് അയഡിനും പാറ്റാഗുളികയും. ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പീകരിക്കുന്ന പദാർത്ഥമാണ് അയഡിൻ. ചൂടാകുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പീകരിക്കുന്ന പദാർത്ഥമാണ് അയഡിൻ. ഖരപദാർത്ഥം ചൂടാക്കിയാൽ ദ്രാവകമാകുന്ന പ്രക്രിയയാണ് ദ്രവീകരണം. ഖരപദാർത്ഥം ചൂടാക്കിയാൽ ദ്രാവകമാകുന്ന പ്രക്രിയ ദ്രവീകരണം. ദ്രാവക പദാർത്ഥം തിരിച്ച് ഖരമാവുന്ന പ്രക്രിയ ഘനീഭവിക്കലാണ്. ദ്രാവക പദാർത്ഥം തിരിച്ച് ഖരമാകുന്ന പ്രക്രിയ ഘനീഭവിക്കൽ. ദ്രാവക പദാർത്ഥം വാതകമാകുന്ന പ്രക്രിയ ബാഷ്പീകരണം. ദ്രാവക പദാർത്ഥം വാതകമാകുന്ന പ്രക്രിയ ബാഷ്പീകരണമാണ്. വാതക പദാർത്ഥം ദ്രാവകമാകുന്ന പ്രക്രിയയെ നമ്മൾ സാന്ദ്രീകരണം എന്ന് പറയും. കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പോണം. വാതക പദാർത്ഥം ദ്രാവകമാകുന്ന പ്രക്രിയ സാന്ദ്രീകരണം. വാതക പദാർത്ഥം ഖരമാവുന്ന പ്രക്രിയ ഘനീഭവിക്കൽ. ഖരമാവുന്നത് ഘനീഭവിക്കൽ നോർത്താൽ മതി. വാതക പദാർത്ഥം ഖരമാവുന്ന പ്രക്രിയ ഘനീഭവിക്കൽ. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെ എന്ത് പറയുന്നു? വ്യാപനം എന്ന് പറയുന്നു. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെ അറിയപ്പെടുന്നത് വ്യാപനം എന്നാണ്.
ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ശുദ്ധ പദാർത്ഥങ്ങൾ എന്നാണ്. ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ശുദ്ധ പദാർത്ഥങ്ങൾ എന്നാണ്. വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് മിശ്രിതങ്ങൾ എന്നാണ്. വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് മിശ്രിതങ്ങൾ എന്നാണ്. ശുദ്ധപദാർത്ഥങ്ങൾക്ക് ഉദാഹരണമാണ് പഞ്ചസാര. ശുദ്ധപദാർത്ഥങ്ങൾക്ക് ഉദാഹരണമാണ് പഞ്ചസാര. മിശ്രിതങ്ങൾക്ക് ഉദാഹരണമാണ് ഉപ്പുവെള്ളം, അതേപോലെ പഞ്ചസാര വെള്ളം തുടങ്ങിയവ. മിശ്രിതങ്ങൾക്ക് ഉദാഹരണമാണ് ഉപ്പുവെള്ളം, പഞ്ചസാര ലായനി തുടങ്ങിയവ. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. എന്ന പ്രക്രിയയിലൂടെയാണ് ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്നത്. ബാഷ്പീകരണം എന്ന പ്രക്രിയയിലൂടെയാണ് ഉപ്പുവെള്ളത്തിൽ നിന്നും ഉപ്പ് വേർതിരിച്ചെടുക്കുന്നത്. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ വേർതിരിക്കുന്ന രീതിയാണ് സ്വേദനം എന്ന് പറയുന്നത്. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ വേർതിരിക്കുന്ന രീതി ഏതാണെന്ന് ചോദിച്ചാൽ സ്വേദനമാണ്. ജലവും അസറ്റോണും കലർന്ന മിശ്രിതം വേർതിരിക്കുന്ന രീതി സ്വേദനമാണ്. ജലവും അസറ്റോണും, ജലത്തിന്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അസറ്റോണിന്റെ തിളനില 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ജലവും അസറ്റോണും കലർന്നിട്ടുള്ള മിശ്രിതം വേർതിരിക്കുന്ന രീതി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സ്വേദനമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ സ്വേദനമാണ്. തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയിട്ടുള്ള മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ സ്വേദനം. ഒന്നുകൂടി നോക്കുക. തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് എന്താണ്? സ്വേദനമാണ് എന്നുള്ളത് അവിടെ തിരിച്ചറിയാം. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളുവെങ്കിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ആംശിക സ്വേദനമാണ്. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളുവെങ്കിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആംശിക സ്വേദനമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. എഥനോൾ, മെഥനോൾ ഇവ പരസ്പരം കലരുന്ന മിശ്രിതമാണ്. ഇവയെ വേർതിരിക്കാൻ നമ്മൾ ആംശിക സ്വേദനമാണ് ഉപയോഗിക്കുക. എഥനോളും മെഥനോളും പരസ്പരം കലരുന്ന ഒരു മിശ്രിതമാണ്. ഇവയെ വേർതിരിക്കുന്ന മാർഗം ആംശിക സ്വേദനമാണ്. ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്ന മാർഗം ആംശിക സ്വേദനമാണ്. ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്ന മാർഗം ആംശിക സ്വേദനം. ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്ന മാർഗവും ആംശിക സ്വേദനമാണ്. എന്തിന്റെ മിശ്രിതമാണ് ക്രൂഡ് ഓയിൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിളനിലയിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ്. എന്തിന്റെ മിശ്രിതമാണ് ക്രൂഡ് ഓയിൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിളനിലകളിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ് ഇത് നമ്മുടെ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ. പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഉപകരണം സെപ്പറേറ്റിംഗ് ഫണലാണ്. വെള്ളവും മണ്ണെണ്ണയും കലർന്ന മിശ്രിതം എങ്ങനെ വേർതിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റിംഗ് ഫണലിലൂടെയാണ് അത് വേർതിരിക്കുക. വെള്ളവും മണ്ണെണ്ണയും കലർന്ന മിശ്രിതം എങ്ങനെ വേർതിരിക്കും?
സെപ്പറേറ്റിംഗ് ഫണലിലൂടെയാണ് വേർതിരിക്കുക. ഉത്പതനം സംഭവിക്കുന്ന ഒരു പദാർത്ഥം കർപ്പൂരം. ഉത്പതനം സംഭവിക്കുന്ന ഒരു പദാർത്ഥം കർപ്പൂരം. കണികകളുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. കണികകളുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രിഫ്യൂഗേഷൻ ആണ്. ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവക്ഷിപ്തം വേഗത്തിൽ വേർതിരിക്കാനുമുള്ള മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവക്ഷിപ്തം വേഗത്തിൽ വേർതിരിക്കാനുമുള്ള മാർഗം സെൻട്രിഫ്യൂഗേഷൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു ദ്രാവക മിശ്രിതത്തിലെ ആലേയ ഘടക കണികകള് അവയുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഉപകരണമാണ് സെൻട്രിഫ്യൂജ്. ഒരു ദ്രാവക മിശ്രിതത്തിലെ ആലേയങ്ങളായ ഘടക കണികകളെ അവയുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഉപകരണം സെൻട്രിഫ്യൂജ് ആണ്. തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കുന്ന പ്രക്രിയ സെൻട്രിഫ്യൂഗേഷൻ എന്നാണ് അറിയപ്പെടുക. തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കുന്ന പ്രക്രിയ സെൻട്രിഫ്യൂഗേഷൻ. മാറിപ്പോയതാണ്. തൈരിൽ നിന്നും വെണ്ണ വേർതിരിക്കുന്ന പ്രക്രിയ സെൻട്രിഫ്യൂഗേഷൻ. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ക്രൊമാറ്റോഗ്രഫിയാണ്. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രൊമാറ്റോഗ്രഫി. ക്രൊമാറ്റോഗ്രഫി ആദ്യമായി ഉപയോഗിച്ചത് എന്തിനെ വേർതിരിക്കാനായിരുന്നു? നിറമുള്ള പദാർത്ഥങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്രൊമാറ്റോഗ്രഫി ആദ്യമായി ഉപയോഗിച്ചത് എന്തിനെ വേർതിരിക്കാനാണ് എന്ന് ചോദിച്ചാൽ നിറമുള്ള പദാർത്ഥങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്രൊമാറ്റോഗ്രഫി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതാണെന്നൊന്ന് പറയാം. ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ ക്രൊമാറ്റോഗ്രഫി ഉപയോഗിക്കുന്നു. രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടും ക്രൊമാറ്റോഗ്രഫി ഉപയോഗിക്കാറുണ്ട്. ക്രൊമാറ്റോഗ്രഫി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കാറുണ്ട്. രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിച്ചറിയാനും ഉപയോഗിക്കാറുണ്ട്. സൂക്ഷ്മ സുഷിരങ്ങളുള്ള ഭൂഗുരുത്വത്തിനെതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസത്തെ നമ്മൾ കേശികത്വം എന്നാണ് പറയാം. സൂക്ഷ്മ സുഷിരങ്ങളുടെ ഭൂഗുരുത്വത്തിനെതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസത്തെ കേശികത്വം എന്ന് പറയുന്നു. ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്രക്രിയയെ അതിശോഷണം എന്നാണ് പറയുക. ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്രക്രിയയെ അതിശോഷണം. ഒന്നുകൂടെ നോക്കാം. ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്രക്രിയയെ അതിശോഷണം എന്നാണ് പറയാം. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. 41 ചോദ്യങ്ങളോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് 41 ചോദ്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുകയാണ്. അങ്ങനെ നിങ്ങൾക്കും കൂടി ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാൻ കഴിയും. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.